ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഇസ്ലാമിക് ഹാമ്പറാണ്. അപ്പോൾ അതിന് നമുക്ക് ഇൻക്ലൂഡ് ആയിട്ടുള്ളത് ഖുറാൻ ഉണ്ട്, തസ്ബീഹ്മാലുണ്ട്, ഖുറാൻ മാർക്കർ ഉണ്ട്, പിന്നെ ഒരു മുസല്ലുണ്ട്. നമ്മളൊരു ബാഗിലാക്കിയിട്ട് ഒരു ഹാമ്പർ ബാഗിലാക്കിയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിന് ഫസ്റ്റിന് അക്രിലിക് കട്ട് വേണം, അല്ലാഹു എന്ന് എഴുതിയിട്ടുള്ളതും പിന്നെ ഖുറാൻ മാർക്കറിൻ്റെതും 2 കോണേഴ്സും, പിന്നെ അടിയിൽ കാണുന്ന ചിഹ്നം നമുക്ക് ഖുറാൻ മാർക്കറിന് ഇടാനുള്ള കേട്ടോ. അപ്പോൾ ഇത് എവിടുന്നാണ് കിട്ടുകയെന്ന് എല്ലാവരും ചോദിച്ചിരുന്നു. ഇത് നമുക്ക് ഈ ക്രാഫ്റ്റിൻ്റെ ഷോപ്പിൽ നിന്നൊക്കെ കിട്ടും, അല്ലാണ്ട് ഈ ലേസർ കട്ടൊക്കെ ചെയ്യുന്ന ഷോപ്പിലുണ്ടാവും. ഒന്ന് ആദ്യം പറഞ്ഞു കൊടുത്താൽ മതി മോഡൽ. പിന്നെ ഈ ഗമ്മ് ഖുറാനും മെറ്റീരിയലും കൂടിയും ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള കേട്ടോ. ഫസ്റ്റിൽ കാണിച്ച ഗമ്മ്, പിന്നെ ഖുറാന്, പിന്നെ നമ്മളെ ഈ മെറ്റീരിയൽ. പിന്നെ ഇവിടെ ഞാൻ 2 തരം ലേസ് യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് സൈഡിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ, നമ്മൾ നീളമുള്ള 2 സൈഡ് ഉണ്ടാവില്ല, ആടിയും പിന്നെ വീതി കുറഞ്ഞ ഫ്രണ്ടിലും ബാക്കിലായിട്ട് വേറെ ലേസും ഉണ്ട്. പിന്നെ ഈ ബാഗിലാട്ടോ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് മുസല്ല കട്ട് ചെയ്തെടുക്കാം. അപ്പം ഇത് ഞാൻ 1/2 മീറ്ററാണ് എടുത്തത്. 1/2 മീറ്റർ മതി നമുക്ക് ഒരു ഖുറാനും പിന്നെ ഒരു മുസല്ലയും കൂടിയും ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 മീറ്റർ മതി. അപ്പോൾ ഞാൻ വീട്ടിലുള്ള ഒരു മുസല്ല വെച്ചിട്ട് അതിൻ്റെ ലെങ്ത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്നതിന് മുന്നേ ഖുറാനും കൂടി ഒന്ന് വെച്ച് നോക്കണം, എന്നാലും നമുക്ക് കറക്റ്റ് സൈസ് കുറയില്ലേ നോക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അല്ലേ നമ്മൾ ഈ ഖുറാൻ ഹാമ്പറിൻ്റെ ഒക്കെ ഓർഡേഴ്സ് എടുക്കുന്ന ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എന്താ വെച്ചാൽ നമുക്ക് കൊണ്ടേ കൊടുക്കാൻ പറ്റണതോ അല്ലെങ്കിൽ ഓർക്ക് വന്ന് വാങ്ങാൻ പറ്റുന്നയോ അങ്ങനത്തെ കസ്റ്റമേഴ്സിന് മാത്രം നമ്മൾ ഈ ഓർഡർ എടുക്കുക. എന്താ വെച്ചാൽ നമ്മൾ ഇതൊക്കെ കൊറിയർ അയക്കുന്നേരം അല്ലാതെ തന്നെ നമുക്കറിയാം നമ്മളെ കൊറിയേഴ്സൊക്കെ എങ്ങനെയാണ് ഒരു ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഖുറാനൊക്കെ ഒരു ജസ്റ്റ് എറിയാണല്ലോ ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഖുറാനും അതേപോലെ കൊറിയർ ആക്കി അയക്കുന്നേരം ഒരു അതേപോലെ തന്നെയല്ലേ ചെയ്യുക. അപ്പോൾ ഞാൻ അങ്ങനത്തെ ദൂരത്തേക്കുള്ള ഓർഡേഴ്സ് ഒന്നും എടുക്കലില്ല, എനിക്ക് കൊണ്ടേ കൊടുക്കാൻ പറ്റുന്നത് മാത്രമേ എടുക്കലുള്ളൂ. അപ്പോൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കട്ടോ. അതേപോലെ നമുക്ക് ലേസും കട്ട് ചെയ്തെടുക്കാം. ഈ ലേസ് കട്ട് ചെയ്യുന്നേരം കുറച്ച് ഇങ്ങനെ പുറത്തേക്ക് ആക്കി എടുക്കുക. കാരണം എന്താ വെച്ചാൽ നമുക്കൊന്ന് ചെറിയൊരു 1 ഇഞ്ചൊക്കെ മതിയാവും, ഒരു 1/2 ഇഞ്ചൊക്കെ മതിയാവും. അത് നമുക്ക് ഉള്ളിലേക്ക് മടക്കിയിട്ട് അടിക്കാനുള്ള കേട്ടോ. പിന്നെ അല്ലേ നമ്മൾ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. നമ്മൾ ഈ ഖുറാൻ ഹാമ്പറൊക്കെ ചെയ്യുന്നേരം ഖുറാൻ തൊടുന്നേരം നമ്മൾ ഒഴിവ് കൊടുക്കണമല്ലോ. അത് എല്ലാവരും ചിലപ്പോൾ മറന്നു പോകും. പക്ഷെ മറന്നു വേണ്ട നോക്കണം. നമ്മൾ വിചാരിക്കും ജസ്റ്റ് വർക്കല്ലേ വിചാരിച്ചിട്ട്, പക്ഷേ ഖുറാൻ തൊടല്ലേ. നമുക്ക് ഖുറാന് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ നേരത്തെ കാണിച്ച മെറ്റീരിയൽ ഒന്നും കൂടി കട്ട് ചെയ്തെടുക്കുന്നു കേട്ടോ. 4 സൈഡും കട്ട് ചെയ്തെടുക്കുന്നത്, കുറേ വലുപ്പം വേണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് ഖുറാനോട് അടുപ്പിച്ചുള്ള ഈ ചട്ടൊന്നും എല്ലാം ഒന്ന് എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ആ കട്ടിയുള്ള ചട്ടനോട് ഒട്ടിച്ചാലും മതി കേട്ടോ. പോരാത്തതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പേപ്പർ വെച്ച് ഒട്ടിച്ചാൽ മതി. എക്സ്ട്രാ വരുന്ന പേപ്പർ ഉണ്ടല്ലോ അത്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് വേഗം വരുന്നുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി നമ്മൾ നേരത്തെ കാണിച്ച ഗമ്മൊന്ന് സൈഡിൽ ഇങ്ങനെ തേച്ച് കൊടുത്തിട്ട് നല്ലോണം അമർത്തി കൊടുത്താൽ മതി. നമ്മൾ ഗ്ലൂ ഗൺ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര ബുദ്ധിമുട്ട് വരില്ല. ഈ ഗമ്മാകുമ്പോൾ നമ്മൾ നല്ലോണം അമർത്തി കൊടുക്കണം. ഒട്ടൊക്കെ ചെയ്യും, പക്ഷെ നമ്മൾ നല്ലോണം ഇങ്ങനെ കുറച്ച് നേരം അമർത്തി വെച്ച് കൊടുത്താൽ മതി. അതേപോലെ കോണേഴ്സും നല്ലോണം അമർത്തണം. കട്ട് ചെയ്തിട്ടൊന്ന് ഇതാക്കിയാൽ അധികം ഇങ്ങനെ കോണർ പൊന്തി കിടക്കൂല കേട്ടോ. ഇത് കുറച്ച് കട്ടിയുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് ഈ വെൽവെറ്റിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇത് ഞാൻ റമളാൻ എടുത്ത് വെച്ച വീഡിയോ ആയിട്ട് ഇപ്പോഴാണ് ജസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നത്. ഞാൻ നല്ലോണം പരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഗമ്മ്, പക്ഷേ വീഡിയോയിൽ അത് ഇൻക്ലൂഡ് ആയില്ല. ഇനി നമുക്ക് ഈ അക്രിലിക് കട്ട്സൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇത് ഞാനിപ്പോൾ എടുത്തത് ബാക്കിൽ സ്റ്റിക്കർ ടൈപ്പാണ്, ബാക്കിൽ ഓൾറെഡി ഗമ്മുള്ളതാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് വെച്ചെടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഗമ്മ് തേച്ച് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ചിലതൊക്കെ ഇങ്ങനെ പുറത്തേക്ക് കാണുമ്പോൾ ഒരു വൃത്തികേടല്ലേ. അതിൻ്റെ മുകളിൽ ഇതേപോലത്തെ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ഇതുണ്ടാവും. അതൊന്ന് ജസ്റ്റ് ഇങ്ങോട്ട് പറിച്ചെടുത്താൽ നല്ല രസമുണ്ടാവും, നല്ല തിളങ്ങിയിട്ട് നമുക്ക് മുസല്ല സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് സൈഡത്തെ ലേസാണ് ഇപ്പോൾ ഈ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇത് നമ്മൾ അടിക്കുന്ന നേരം ഓവർ ഇങ്ങോട്ട് പുറത്തേക്കായി പോകരുത്. എന്താ വെച്ചാൽ അതിങ്ങനെ പിന്നി പോരും. പിന്നെ കുറേ കഴിയുന്ന നേരം നമ്മൾ മടിക്കൊക്കെ വെക്കുന്ന നേരമൊക്കെ അപ്പോൾ കുറച്ച് ലേസിൻ്റെ നടുവിലേക്ക് ആക്കി അടിക്കുക. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കുറച്ച് പുറത്തേക്ക് വെക്കണം. അത് നമ്മൾ എന്നിട്ട് ഉള്ളിലേക്ക് മടക്കി അടിക്കുക ചെയ്യട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമുക്കിത് ഈ ഹാമ്പറിലേക്ക് സെറ്റ് ചെയ്യാം. അപ്പം ഇത് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. ഇത് ഞാൻ വേറെ ചെയ്തതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. ഇതേപോലെ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് വേറൊരു കസ്റ്റമർ പറഞ്ഞപ്പം അതാണ് ഈ വീഡിയോ ഇതിലേക്ക് ഇൻക്ലൂഡ് ആക്കിയത്. അപ്പം നമ്മൾ
വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പറഞ്ഞൊക്കെ മനസ്സിലായിരിക്കുന്നു വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ ബൈ.